again, welcome back to Nandus Kitchen. Nandus Kitchenile ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി കപ്പ കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന കപ്പ. ഏതാണ്ട് 1 കിലോ തൂക്കം വരും ഇതിന്. കേരളത്തിൽ പല ജില്ലകളിലും പല പേരാണ് ഇതിന്. കപ്പ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും എന്ന് കരുതുന്നു. ആദ്യം കപ്പയുടെ തൊലി കളഞ്ഞെടുക്കുകയാണ്. അടുത്തതായി ഒരു വെജിറ്റബിൾ ചോപ്പർ ഉപയോഗിച്ച് കപ്പ മുഴുവനായി ചീകിയെടുക്കുക. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്താലും മതിയാകും. അതിനുശേഷം ഒരു മിക്സി ജാറിലിട്ട് ചെറുതായി അരച്ചെടുക്കുകയാണ്. വെണ്ണ പോലെ അരിയണമെന്നില്ല, ചെറിയ തരിതരിയായി അരച്ചെടുക്കുക. മുഴുവൻ കപ്പയും 3 തവണയായാണ് അരച്ചെടുത്തത്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുകയാണ്. കടയിൽ നിന്ന് പാക്കറ്റായി കിട്ടുന്ന അരിപ്പൊടിയാണ് ചേർത്തത്. അതുപോലെ 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും ഇതിൽ ചേർക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി മാറ്റുക. അടുപ്പത്ത് ഒരു തവ ചൂടാക്കാൻ വെച്ച ശേഷം ഒരു ഇലയിലേക്ക് ഈ ഉരുളകൾ പരത്തിയെടുക്കുകയാണ്. തവയിൽ എണ്ണ പുരട്ടിയ ശേഷം പരത്തിയ റൊട്ടികൾ ഇലയോടെ തന്നെ കല്ലിൽ വെച്ച ശേഷം സാവകാശം ഇല മാറ്റിയെടുക്കുക. ചൂടാകുന്നതിനോടൊപ്പം തന്നെ എണ്ണ തൂവി കൊടുക്കണം. മറിച്ചിട്ടതിന് ശേഷം മറുഭാഗത്തും എണ്ണ തടവി കൊടുക്കണം. തീ മീഡിയത്തിൽ വെച്ച് സാവകാശം ചുട്ടെടുക്കുക. കപ്പ കൊണ്ടുണ്ടാക്കിയ റൊട്ടി ഇതാ തയ്യാറായി കഴിഞ്ഞു. ഇത് തനിച്ചും കഴിക്കാം, അത്രയും ടേസ്റ്റാണ് ഇതിന്. ഞാനിവിടെ ഒരു തക്കാളി ചട്നിയും തേങ്ങ ചട്നിയും വെച്ചാണ് സെർവ് ചെയ്യുന്നത്. ചട്നി അല്ലെങ്കിൽ ബീഫ് കറി, ചിക്കൻ കറി എന്നിവയോടൊപ്പം കഴിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫാമിലിയിൽ അംഗമാവുക. ഇനി അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.